ശരിക്കും കോടയാണ്. മൂന്നാറിൽ പോണ്ട കാര്യമില്ല. അടിപൊളിയായി. വന്ന ചേട്ടനെ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മള് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയാണ്. ബസ് എത്ര മണിക്കാപ്പാ? 7:04 7:30 അപ്പൊ 7:30 വണ്ടി നമുക്ക് കിട്ടുമെന്ന് എന്ന് വെച്ചാൽ ഇപ്പൊ 7:15 മാസം ആവുമ്പോ ഇങ്ങനെ പ്രകൃതി തന്നെ ഇങ്ങനെ തരുന്ന മഞ്ഞും കോട കണ്ടില്ലേ? ഭയങ്കര ഇത് കോടമഞ്ഞാണ്. കോടയെന്താ ഇനി പറയുന്നത്? നല്ല രസമുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വൃശ്ചികം മൂടലെന്നും പറഞ്ഞ് സൂര്യനെ അങ്ങ് മൂടി നിൽക്കും. ഉച്ച കഴിയുമ്പോഴേ സൂര്യപ്രകാശം വരത്തുള്ളൂ. ഓരോ പ്രകൃതിയുടെ ഓരോ ഇതാ. വൃശ്ചികം, ധനു, മകരം, ഈ 3 മാസം ഇല്ലയോ? നവംബർ, ഡിസംബർ, ജനുവരി പകുതി. കുംഭമാസം ആകുമ്പം മുതൽ ഭയങ്കര ചൂടാ. എന്നാലും നല്ല രസമുണ്ടല്ലേ? നമുക്കിനി മണ്ണാർക്കുളഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോൾ നോക്കാം. അത് അടിപൊളിയായിരിക്കും. ഈ കോട ശരിക്കും കോടയാണ്. മൂന്നാറിൽ പോണ്ട കാര്യമില്ല. മിനി ഊട്ടിയായി മണ്ണാർക്കുളഞ്ഞ് അല്ലേ? വേണ്ടേ നോക്കൂ, റബ്ബറിൻ്റെ നമ്മുടെ അവിടെ വീടിൻ്റെ അവിടെ അടിപൊളിയായിരുന്നു. നമ്മളാ കോടക്കകത്തൂടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അല്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോ നാരങ്ങ പറിക്കണേ. ഈ താഴെ നിന്ന് എല്ലാരും കൊണ്ടുപോയി. ആ ചേച്ചിയും പറഞ്ഞായിരുന്നു എടുക്കണമെന്ന്. ചേച്ചിയും പറഞ്ഞായിരുന്നു പറിക്കണമെന്ന്. എല്ലാരും കൊണ്ടുപോകാന്ന്. ഈ വണ്ടിയെ കാണത്തില്ലേ അല്ലേ? അതിൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വണ്ടി കാണത്തില്ല. മൂടി. അടിപൊളി. ഒരു പള്ളിപ്പെരുന്നാളിൻ്റെയാണ് ഈ തോരണമൊക്കെ കിട്ടിയേക്കുന്നത്. കഴിഞ്ഞു. ഇന്നലെയായിരുന്നു റാസ. നമ്മൾ നടന്നിങ്ങ് താഴെ വന്നു. മാതാവിൻ്റെ അവിടെ കണ്ട വെട്ടമൊക്കെ ഇട്ടു. ഇനി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് ഒരു ബസ് കയറി കുമ്പളാമ്പി ഇറങ്ങി പള്ളിപ്പ. ശബരിമല സീസൺ തുടങ്ങിയോണ്ട് അവിടെ ഒരു തട്ടുകടയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീയൻ വണ്ടി. അമ്മ മറ്റേ നമ്മൾ വിളിച്ച വണ്ടി മിഖായേൽ. എന്താ വണ്ടിയാ? ബസ് ശരിയാക്കുന്നതാണോ? പമ്പേ പോവായിരിക്കും അല്ലേ? അച്ഛൻ തോന്നുന്നു. നമ്മളങ്ങനെ കുമ്പളാമ്പൊയ്ക വന്നിറങ്ങി. നമ്മൾ പള്ളിയുടെ ഇടോട്ട് നടക്കുക. ഇതാണ് നമ്മുടെ പള്ളി, റോഡിൽ കാണുന്ന പള്ളി. ഇതിൻ്റെ തൊട്ടടുത്തൊരു ആശുപത്രിയുണ്ട്, ദന്തൽ ക്ലിനിക്കുണ്ട്. അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറി മീനും ഒക്കെ മേടിച്ച് ഓട്ടോയിൽ കയറി പോകാം. ഈ റോഡിലെല്ലാം അയ്യപ്പന്മാരായിരിക്കും അല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ. മറന്നുപോയി. ഞാനോടത്ത് അറിയാവുന്ന കേട്ടോ മിണ്ടായിരുന്നു.
ആ അടിപൊളിയായി. ആ കൊടുത്തത് എത്ര ഉണ്ട്? അങ്ങനെ ഇന്ന് നമ്മൾ നടക്കാതെ ഓട്ടോയ്ക്ക് പോകുന്നില്ലേപ്പാ. നമ്മൾ പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് സാധനം ഒത്തിരി ഉണ്ട്. കുറേ നേരം നോക്കി നിൽക്കണം ഇല്ല ഇനി ഒരു ബസ്സിന്. വന്നു 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 അതാ വന്ന നമ്മളെ പോലും മൈൻഡ് ചെയ്യാതെ അവിടെ നിൽപ്പുണ്ടോ? പിങ്കി എടി ഞങ്ങള് വന്നടി. പിങ്കി കുഞ്ഞ ഇങ്ങോട്ട് വന്നേടി. അതുകൊണ്ട് പോയി പുറകെ കൂടെ. എപ്പോഴും വരുമ്പോ നമ്മുടെ അടുത്ത് വരുന്ന ആളല്ലേ. ആ വന്ന ചേട്ടനെ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ആ അവളെ കൊള്ളാവല്ലോ. കണ്ട പരിചയമില്ല. ഡി അറിയാവോ ആരാന്നറിയാവോ? ഇപ്പോഴാണോ കണ്ടേ? ഇപ്പോഴാണോ കണ്ടേ? ആ മീനത് ഇപ്പോഴാണോ കണ്ടേ? ഏത് ചേട്ടനാ ഇന്ന് വന്നേ മോനെ കാണാൻ? ഏത് ചേട്ടനാ വന്നേ? ഏതാ എന്നും വരുന്നതാണോ? എന്നും വരുന്ന ചേട്ടനാണോ? പറഞ്ഞിട്ട് പോന്നുണ്ട് പോവാ. എന്നാ നീ പോയി കണ്ടിട്ട് വാ.